തിരുസഭ മാതാവ് ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഈശോയെ പോലെ എളിമപ്പെടാൻ ഈശോ ആഹ്വാനം ചെയ്യുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ഇടയിൽ ഉള്ള തർക്കം മനസ്സിലാക്കിയ ഈശോ ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് മടിയിലിരുത്തിയ ശേഷം അവരോട് പറഞ്ഞു, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ഇവിടെ ചെറുതാകാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഈശോയുടെ മടിയിലിരിക്കുന്ന ശിശു നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. ഈ കാലഘട്ടം എന്നത് എല്ലാവരും വലുതാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, കൂട്ടായ്മയിൽ, പഠന മേഖലകളിൽ, ജോലി മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, എന്തിനു പറയുന്നു വചന പ്രഘോഷണ മേഖലകളിൽ പോലും വലുതാകാൻ ശ്രമിക്കുന്നവരുടെ തിക്കിത്തിരക്കാണ്. മറ്റുള്ളവരെ വലുതാകുവാൻ ആഹ്വാനം ചെയ്യുന്നവരുമാണ് നമ്മൾ. എല്ലാവരേക്കാളും വലുതാകണമെന്ന ചിന്ത സാത്താൻ ബുദ്ധിമണ്ഡലങ്ങളിൽ കൊത്തിനിറച്ച് നമ്മളെ ഓരോരുത്തരെയും ദുരഭിമാനത്തിലേക്ക് എത്തിക്കുന്നു. വലിയവൻ എന്ന ഞാൻഭാവം നമ്മളിൽ വളർത്തുന്നു. എന്നെയും നിങ്ങളെയും വലിയവനാക്കുവാൻ അപ്പത്തോളം ചെറുതായവന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും നൽകാതെ നമ്മുടെ വലിമയെ കാണിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മളിൽ പലരും. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന എളിമയുടെ ചിന്തകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു. സ്വയം പ്രേരിത സ്വാർത്ഥതയുടെ ഉച്ചസ്ഥായിയിൽ എന്ന ഒരു അനുഭവം, വലിപ്പമെന്ന ചിന്ത നമ്മിൽ നിറയുമ്പോൾ അടുത്തതായി വരുന്നതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. സ്ഥാനമാനങ്ങൾ പദവികളായി നമ്മൾ കാണുന്നു. പദവികൾ അലങ്കരിക്കാനുള്ളവരാണ് എന്ന് നമ്മൾ സ്വയം കരുതുന്നു. ഇതെല്ലാം നാം വലുതാകുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ദുരവസ്ഥകളാണ്. ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന ഉത്തരവാദിത്വവും നമ്മൾ മറന്നുപോകുന്നു. അടുത്ത മറ്റൊരു ചിന്തയാണ് കൂടെയുള്ളവരെ ചവിട്ടിത്താഴ്ത്തി എല്ലാ മേഖലകളിലും പ്രാമുഖ്യം അല്ലെങ്കിൽ ശ്രദ്ധ ലഭിക്കണമെന്ന മനോഭാവം. എളിമ ലവലേശമില്ലാതെയുള്ള ഒരു പോക്ക് പോകുന്ന ജീവിതം. ഈ അവസ്ഥയിലാണ് ചെറുതാകുന്നതിൻ്റെ, എളിമപ്പെടുന്നതിൻ്റെ ശക്തി ഈശോ എടുത്തു കാണിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും ഫോണുകളിലേക്ക് ചെറുതാക്കി തന്ന് ശാസ്ത്രം പോലും ചെറുതാകുന്നതിൻ്റെ സൗന്ദര്യം കാട്ടിത്തരികയാണ്. സുവിശേഷത്തിൽ 49-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോട് കൂടി നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി. ഇന്ന് നമ്മുടെ അവസ്ഥകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെത്തിയ മേഖലകളിൽ നമ്മളിൽ ഒരുവൻ കൂടി എത്തുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം മറ്റുള്ളവരും ഭംഗിയായി നിറവേറ്റുമ്പോൾ അവർ നമ്മേക്കാൾ വലുതാകാൻ പാടില്ലെന്ന മനോഭാവത്തിൽ അവർക്ക് നമ്മൾ ഏർപ്പെടുത്തുന്ന ചില വിലക്കുകളുണ്ട്. അവർ വിലക്കുകളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അവർ നമ്മുടെ അധീനതയിലായിരിക്കണമെന്ന ഒരു താക്കീതും നമ്മൾ അവർക്ക് നൽകുന്നു. ഇവിടെയാണ് ഈശോ പറയുന്നത്, നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളോട് ചേർന്ന് നടക്കുന്നവനാണ്, അവനെ ചേർത്ത് പിടിക്കേണ്ടവനാണ്, അവൻ്റെ മുന്നിൽ നീ ചെറുതാവേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം പൂർണ്ണമായി സ്വീകരിച്ച് ഒന്ന് ചെറുതാകാനുള്ള മനോഭാവത്തോടു കൂടി നാം ഇന്ന് കൊണ്ടു നടക്കുന്ന എല്ലാ കപടതകളും മുഖമൂടികളും
ഒന്ന് അഴിച്ചുവെക്കാം. തീർത്തും നിഷ്കളങ്ക മനോഭാവത്തോടു കൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമപ്പെടാം. യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാം. ഈ വചനത്താൽ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാറിൽ ചേർത്തിടണേ.